ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും രുചിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടി കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊന്ന് തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിന് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ലൈറ്റ് കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് തരിച്ചെടുക്കണം. 2-3 തവണയെങ്കിലും തരിച്ചെടുക്കണം. അങ്ങനെ 2-3 തവണ തരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബട്ടർ മിൽക്കാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ബൗളെടുക്കാം. അതിലേക്ക് 6 കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. രണ്ട് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ പൗഡർ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല കളർ വന്നിട്ടുണ്ട്. വീഡിയോയുടെ ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇതിൻ്റെ കളറ് ക്ലിയറായി വരാത്തത്. അപ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 220 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ 50 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ടൈമിലും ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പഞ്ചസാര കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പതിയെ സ്പീഡ് കൂട്ടി കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് കാരണം ക്രീം ചീസ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഫ്രോസ്റ്റിംഗാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡ് വെച്ചിട്ട് അല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ്. 1/4 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. എന്നിട്ട് ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അങ്ങനെ 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 3 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയറിൻ്റെ കേക്ക് ടിന്ന് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഒരു കേക്ക് പീസ് ഞാൻ ഇതിന് മുകളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലാക്കി ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിന് മുകളിൽ നിന്ന് മാറ്റാം. ഇനി ഇതിന് നമുക്ക് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക്